നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചൂട് കഴിഞ്ഞിരിക്കുന്നു. വോട്ടുകളൊക്കെ പെട്ടിയിൽ ഭദ്രമായി ഇരിക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ വലിയ ചൂടും വീറും വാശിയും ഇപ്പോൾ ദൃശ്യമാകുന്നത് കോൺഗ്രസിലാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണികളെല്ലാം തമ്മിൽ മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ ഇപ്പോൾ UDF-ൽ തന്നെ വലിയ പ്രശ്നമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. UDF-ൽ പ്രശ്നമുണ്ടാകുന്നതിലുപരി കോൺഗ്രസിലാണ് വലിയ പ്രശ്നമുള്ളത്. ഏതായാലും UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാവാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ ഒരു 3ഓളം പേർ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുധാകരനെ പുറത്തു നിർത്താനും അല്ലെങ്കിൽ സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കാനും ഒക്കെ കാണിച്ച കാരണങ്ങളും ഒരുപക്ഷെ സുധാകരൻ മുഖ്യമന്ത്രിയാകുമോ എന്ന ആ പേടി തന്നെയായിരുന്നു കോൺഗ്രസിനെന്ന് നമുക്കറിയാം. സണ്ണി ജോസഫിന്റെ പേരിൽ സുധാകരനെ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട കത്ത് നൽകി എന്ന വിവരം അന്ന് പുറത്തു വന്നിരുന്ന ഒരു കത്ത് പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കത്ത് വ്യാജമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. അത് എന്തുകൊണ്ട് സണ്ണി ജോസഫ് അന്ന് പറഞ്ഞില്ല എന്ന് അറിയില്ല. ഏതായാലും ഒരു പരാതി വന്നിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഏറ്റവും പ്രധാന മത്സരം നടക്കുന്നത് കോൺഗ്രസിനുള്ളിലെ 3 പേർ ചേർന്നാണ്. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും 3 പേരും അവരവരുടെ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് പ്രസക്തമായ ചോദ്യം. മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഏതായാലും ആരൊക്കെയോ നൽകിയ വ്യാജ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോൾ കിടന്ന് ഈ ബഹളം തുടങ്ങിയിട്ടുള്ളത്. കോൺഗ്രസിൽ ഇത് പതിവാണ്. നമുക്കറിയാം, ഇങ്ങനെ അടിയും പിടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കിയാലും ഒരുപക്ഷെ മുകളിൽ നിന്ന് ആരെങ്കിലും കെട്ടിയിറക്കി താഴേക്ക് വരുന്ന സാഹചര്യവും ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് KC വേണുഗോപാൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സജീവ് ജോസഫിനെ, ഇരിക്കൂരിൽ മത്സരിച്ച സജീവ് ജോസഫിനെ എങ്ങനെയെങ്കിലും ഒന്ന് രാജിവെപ്പിച്ച് ജയിച്ചാലാണേ, ഇതെല്ലാം ജയിച്ചാൽ മാത്രം, ഇതൊക്കെ സ്വപ്നങ്ങളാണ്. ജയിച്ചാൽ രാജിവെപ്പിച്ച് അവിടെ മത്സരിച്ച് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ KC വേണുഗോപാൽ കടിച്ച പണിയെല്ലാം നോക്കുന്നുണ്ട്. ഇവിടെ VD സതീശനാണെങ്കിൽ താരതമ്യേന ജൂനിയറാണ്. പാർട്ടിയിൽ അത്ര വലിയ പ്രാമുഖ്യമൊന്നുമില്ല. എന്നാൽ രമേശ് ചെന്നിത്തലയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. VD സതീശനാണെങ്കിൽ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി അൻവറിനെ പോലുള്ളവർക്ക് വാഗ്ദാനങ്ങളൊക്കെ നൽകി കൂടെ നിർത്തി എങ്ങനെയെങ്കിലും ഈ പ്രക്രിയയൊക്കെ അട്ടിമറിച്ച് തനിക്ക് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമങ്ങൾക്കുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. ഏതായാലും ഇത് വളരെ വലിയ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് രാജിവെച്ച അവിടുത്തെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് ഉന്നയിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. KC വേണുഗോപാൽ ചില കളികൾ കളിക്കുന്നു, മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണ് എന്ന് അവരും പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ആരാകും ഈ മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഷിയാസാണ് ആദ്യം രംഗത്ത് വന്നത്. പറവൂർ, അതായത് എറണാകുളത്തു നിന്നുള്ള ആളാകണം എന്ന ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. ഏതായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എപ്പോഴും അങ്ങനെയാണ്. മതമേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ ചില സമ്മർദ്ദ തന്ത്രവുമായി മുസ്ലിം ലീഗും ഒക്കെ രംഗത്ത് വരുന്നത് പതിവ് കാഴ്ചയാണ്. കോൺഗ്രസ് എപ്പോൾ അധികാരത്തിൽ വന്നാലും ഇത്തരത്തിലുള്ളവർ അഴിഞ്ഞാടുമെന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട. ഒരുപക്ഷെ ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഇത്രയധികം അഴിഞ്ഞാടൽ ഉണ്ടാവില്ല. ഇടതുപക്ഷം മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനുള്ള, മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതിനുള്ള എന്ത് കാര്യവും ചെയ്യുമെങ്കിലും പാർട്ടിക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് മുകളിലേക്ക് ഒരു അപ്രമാദിത്യം അത് അംഗീകരിച്ചു കൊടുക്കില്ല. നേരെ മറിച്ച് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന് അങ്ങനത്തെ കാര്യത്തിൽ അങ്ങനെ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരെപ്പോഴും ഇങ്ങനെ മതേതരത്വമൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും ഇനിയും ക്രിസ്ത്യൻ വിഭാഗത്തെയും മതമേലധ്യക്ഷന്മാരെയും ഒക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കേട്ടു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എല്ലാ പള്ളിയിലച്ചന്മാരും ലോഹയും ഇട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു സമ്മർദ്ദ തന്ത്രമായി നിലനിർത്താനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക്, UDF-ലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SDP-യുടെ വോട്ടുകൾ അടക്കം സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. SDP തന്ത്രപരമായ നിലപാട് ഓരോ മണ്ഡലങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SDP അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരുടെ വോട്ടുകൾ, അങ്ങനെ ചില നീക്കങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മുഖ്യമന്ത്രിയായിട്ടില്ല, മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പില്ല. എവിടെയോ കിടക്കുന്ന വോട്ടിൻ്റെ പേരിൽ ഏതോ ഒരു പെട്ടിയിലിരിക്കുന്ന വോട്ട്, ആ വോട്ട് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് വിശ്വസിച്ച് വിഡ്ഢികളുടെ മൂടസ്വർഗത്തിലൂടെയാണ് ഇവർ പോകുന്നതെന്ന് അറിയില്ല. ഏതായാലും മറ്റ് 2 പാർട്ടിയിലും അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല. BJPക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഭരിക്കാനുള്ള മെജോറിറ്റി ഒന്നും കിട്ടില്ല, എവിടെയെങ്കിലുമൊക്കെ സീറ്റ് കിട്ടും എന്നാണ് BJP പറയുന്നത്. അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള BJPയുടെ
ചിന്തയാണ്. അതിന് നമുക്ക് BJP കുറ്റം പറയാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന് പിന്നെ എങ്ങനെയാണ് സംഭവിക്കുക എന്നറിയില്ല. പരാജയം എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ഇവിടെയും അത് സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ള ശക്തമായ ത്രികോണ മത്സരങ്ങൾ, ആ മത്സരങ്ങൾ BJPയുടെ സാധ്യത എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ എങ്ങനെയായിരിക്കും ഓരോ മണ്ഡലത്തിൻ്റെയും ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് മണ്ഡലത്തിൻ്റെ ഓരോ സ്വഭാവമൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ ആ മണ്ഡലത്തിൻ്റെയൊക്കെ ആരായിരിക്കും ജയിക്കുക എന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഏതായാലും കോൺഗ്രസ്സുകാർ ഏതാണ്ട് ഭരണം കിട്ടിയതുപോലെ തമ്മിലടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ആരാകും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നു. പക്ഷെ നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടതാണ് കൊച്ചി കോർപ്പറേഷൻ്റെ ഭരണസാരഥ്യത്തെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ ദീപ്തി മേരി വർഗീസ് ആകും മേയർ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ദീപ്തി മേരി വർഗീസ് വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ഹിന്ദുവിനെയാണ്. നേരെ മറിച്ച് മിനിമോൾ അവരുടെ സഭയുടെ സ്ഥാനാർത്ഥിയായി, മതം മാറി വന്ന മിനിമോൾ, അതായത് മറ്റ് മതത്തിൽ നിന്ന് വന്ന മിനിമോളെ സഭയുടെ സ്ഥാനാർത്ഥിയെ ഒന്നുകൂടി അവരുടെ, എനിക്ക് തോന്നുന്നു, മതം ഉറപ്പിക്കാനും ആ ആളെ പിടിച്ചു നിർത്താനുമുള്ള ശ്രമമായിരിക്കാം. ഏതായാലും ആ രീതിയിലേക്ക് അവിടെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷം നടന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. കോർപ്പറേഷൻ സ്ഥാനത്തേക്ക് എത്തിയത് ഷിയാസിന് അപ്പോഴും ദീപ്തി മേരി തടയുകയായിരുന്നു. ഷിയാസിന് MLA ആയി മത്സരിക്കാനുള്ള അവസരം കിട്ടുന്നു. നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കോൺഗ്രസ്സിന് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. ജയിച്ചു കഴിയുമ്പോൾ അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നു. ഏതായാലും വനിതാ മുഖ്യമന്ത്രി ഇനിയിപ്പോൾ മറ്റൊന്നും സാധിക്കില്ല എന്ന തിരിച്ചറിവ് ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡൽഹിയിലല്ല, ഇനി എവിടെയും ഒരു സ്ഥലത്തും കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം അവർക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതും ഒരുപക്ഷേ പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിലെത്തിച്ച് അപ്പോൾ സഭയുടെ സ്ഥാനാർത്ഥിയുമാകും. കാരണം സഭയ്ക്ക് സോണിയാഗാന്ധിയോടുള്ള ആ താല്പര്യം കൊണ്ട് അത് എതിർക്കപ്പെടില്ല. എല്ലാ വിഭാഗങ്ങളെയും പ്രീണിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഇന്നലെ നമ്മൾ കണ്ടതാണ്, പാർലമെന്റിലെ പ്രിയങ്കയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ്. വളരെ ഭംഗിയായി കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാലോ, കുറേ കാലങ്ങളായി നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുന്നതാണ്. ജീവിതത്തിൽ ഇന്ന് വരെ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ സംസാരിച്ചിട്ട് ട്രോളല്ലാതെ, എവിടെയും സംസാരിച്ചിട്ട് ട്രോളല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി ഒരു കൃത്യമായ കാര്യങ്ങൾ പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അമിത്ഷായെക്കുറിച്ചുള്ള പ്രശംസ പോലും അത് വളരെ കൃത്യമായ ഒരു പ്രശംസയാണ്, അത് വളരെ കൃത്യവുമാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ അടക്കമുള്ളവർക്ക് അത് മനസ്സിലാകുകയും അവർ ചിരിക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. പക്ഷെ അത് മറ്റുള്ളവർ മനസ്സിലാക്കി എന്നുള്ളത് വലിയ രീതിയിൽ, അതായത് പ്രിയങ്ക ഗാന്ധി എന്തോ ആൾക്കാരെ മലർത്തിയടിച്ചു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് കാരണമൊന്നുമില്ല, ഇത് BJPക്കാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത് മലർത്തിയടിച്ചതൊന്നുമല്ല. ഒരല്പം കോമൺ സെൻസ് സാധാരണ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ പ്രിയങ്ക ഗാന്ധിക്കുണ്ട് എന്ന് ഇന്നലത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതും ഡൽഹിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതും പാർലമെന്റിലേക്ക് ഉള്ള ആ പോക്ക് തടയേണ്ടതും ഒക്കെ രാഹുൽ ഗാന്ധിയുടെയും ആവശ്യമാണ്. സഹോദരനും സഹോദരിയുമാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അധികാരവും പവർ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് വരെ ഇല്ലാത്ത, അതായത് വനിതാ സംവരണത്തെ എതിർക്കുകയും എന്നാൽ വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് പറയുകയും കേരളത്തിൽ വനിതകളെ എങ്ങും അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടാണ്. ഷമാ മുഹമ്മദ് ഒക്കെ എത്രയോ വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഇനി വരുന്നൊരു തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഈ വനിതാ സംവരണ ബില്ലിനെ എതിർത്തവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി വനിതാ സംവരണ ബില്ല് BJP ഏതെങ്കിലും ഘട്ടത്തിൽ പാസ്സാക്കിയാൽ കൃത്യമായ രീതിയിൽ മാത്രമേ പാസ്സാക്കുകയുള്ളൂ. ഒരു പക്ഷേ അന്ന് ഈ സീറ്റ് 20 എന്ന് പറയുന്നത് 14ലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഈ കടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ 50% അദ്ദേഹം അമിത്ഷാ അടക്കമുള്ളവർ 50% സീറ്റ് ആനുപാതികമായി വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ജനസംഖ്യാടിസ്ഥാനത്തിലാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വെറുതെ അങ്ങ് വർദ്ധിപ്പിച്ച് കൊടുക്കാനൊന്നും കഴിയില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, വളരെ കൃത്യമായി തന്നെ വനിതാ സംവരണ ബില്ലടക്കം നടപ്പിലാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വനിതകൾക്ക് മാത്രമാണ് നഷ്ടം വരുന്നത്. അതിൽ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. എല്ലാ രാഷ്ട്രീയത്തിലെയും, അതായത് ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ വനിതകൾക്കൊട്ടാകെ നഷ്ടം വരുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇവർ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് വനിതാ സംവരണമല്ല പ്രധാനം, അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കുള്ള പിടിവലിയാണ്, മുഖ്യമന്ത്രിയാകാനുള്ള പിടിവലിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.